ഹായ് ഹലോ മഴത്തൂരു മുമ്പയുടെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് എപ്പിസോഡുകൾക്ക് ശേഷമുള്ള ഒരു അടിപൊളി എപ്പിസോഡാട്ടോ. രോഹിത്തിന് രേവതിക്കുട്ടിയോട് മുടിഞ്ഞ പ്രണയം. രോഹിതിനെ ഹരിശങ്കറിന്റെ ചതിയിൽ നിന്ന് അലീന രക്ഷിക്കുന്നുണ്ട്. അലീനയെ വീണ്ടും രണ്ടുപേരും കൂടെ ചേർന്ന് ഉപദ്രവിക്കാനൊക്കെ ശ്രമം നടക്കുന്നുണ്ട്. അലീനയോട് അടങ്ങാത്ത പകയാണ് ഈ സമയത്തൊക്കെ ഹരിശങ്കറിനും രോഹിത്തിനും. അവളെ എങ്ങനെയെങ്കിലും പാട്ടിലാക്കണം. അതിനുവേണ്ടി രണ്ടുപേരും കൂടെ പ്ലാൻ ഒരുക്കുന്നുണ്ടെങ്കിലും മനു വന്നതോടുകൂടെ അലീന രക്ഷപ്പെടുന്നുണ്ട്. അതിനോട് ശേഷം രോഹിത്താണെങ്കിലോ ആകെ നാണം കെട്ട് നിൽക്കാണല്ലോ എല്ലാവരുടെ മുമ്പിൽ. അവനാണെങ്കിലോ കഞ്ചാവും മയക്കുമരുന്നായിട്ട് അവൻ്റെ പോക്ക് തീരെ ശരിയല്ലെന്ന് അലീനക്ക് മനസ്സിലാവുന്നുണ്ട്. രോഹിത്തിനെ കാണുമ്പോഴെല്ലാം അലീന പറയുന്നുണ്ട്, മോനെ ഇതൊന്നും ഒട്ടും ശരിയല്ല, ഇങ്ങനൊന്നും ചെയ്യരുത്. അരിയെ കൂട്ടുകൂടി നീ എന്തിനാ ഇങ്ങനെ സ്വയം നശിക്കുന്നത്? നിനക്ക് എന്തിൻ്റെ കുറവാ എവിടെയുള്ളത്? നല്ല അച്ഛൻ, അമ്മ, സഹോദരിമാർ, പിന്നെ എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത്? എടി നീ ആരാ എൻ്റെ കാര്യം നോക്കാൻ? നീ ഒന്ന് നിൻ്റെ പാട്ടിന് പോയിക്കോ. അല്ലെങ്കിലും നീ ആരാ? ഞാൻ ഈ വീട്ടിലെ സെർവൻ്റ് അല്ലേ? എന്നെ ഉപദേശിക്കാൻ മാത്രമൊന്നും നീ ആയിട്ടില്ല. അയ്യോ മോനെ, നീ എന്നെ ഒരു ചേച്ചിയെ പോലെ കണ്ടിട്ട് ഞാൻ പറഞ്ഞത് കേൾക്ക്. ഇതൊന്നും നല്ലതല്ല. ഇതൊക്കെ നിന്നെ ആപത്തിൽ കൊണ്ടെത്തിക്കും. നിനക്ക് കുറെ കഴിയുമ്പോഴേ മനസ്സിലാവൂ. അതൊക്കെ പറയാം, നീ ആരാടി എന്ന് ചോദിച്ച് അലീനയെ പേടിച്ച് തള്ളുന്നുണ്ട്. അലീനക്ക് രോഹിത്തിന്റെ കാര്യമോർത്ത് വലിയ വിഷമാട്ടോ. മനുവിനോട് ഈ കാര്യം പറയുന്നുണ്ട്. രോഹിത്തിന്റെയും ഹരിശങ്കറിന്റെയും പോക്ക് ഒട്ടും ശരിയല്ല. പലപ്പോഴും രോഹിത്ത് മദ്യപിച്ചിട്ടും എന്തൊക്കെയോ അടിച്ചു കയറ്റിയിട്ടാ വീട്ടിലേക്ക് വരുന്നത്. സകല ബോധം പോലും ഇല്ലാതെയാണ്. ഇങ്ങനെ ആയാൽ വളരെ സൂക്ഷിക്കേണ്ടി വരും. രോഹിത്തിന്റെ വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത്. അതൊക്കെ നീ ആൻറ്റിയോടും അങ്കിളിനോടും പറഞ്ഞോ? ആൻറ്റിയോട് പറയാൻ എനിക്ക് പേടിയാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അങ്കിളിനോട് പറയുന്നുണ്ട്. അങ്കിള് പറഞ്ഞാലും രോഹിത്തിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു വിട്ടുവീഴ്ചയില്ല. അവൻ അച്ഛന് നേരെ പൊട്ടിത്തെറിക്കുക ചെയ്യുന്നത്. എന്തായാലും അലീന, നീ ഒന്ന് സൂക്ഷിച്ചോ. അവരവരുടെ കാര്യം നോക്കി ജീവിക്കട്ടെ. നീ വെറുതെ അതിനിടയിൽ തലയിടാൻ പോവേണ്ട. രോഹിത്തിനും ഹരിശങ്കറിനും നല്ലൊരു പണി കിട്ടുമ്പോൾ പഠിച്ചോളും. ഇങ്ങനെ ഹരിശങ്കർ പ്രണയിക്കുന്ന ആ ഒരു പാവം പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടിയെ ഒത്തിട്ട് ഹരിശങ്കറും അവളും കൂടെ അവൾ എന്തൊക്കെയോ പറഞ്ഞു മയക്കി ഒരു വീട്ടിനുള്ളിൽ എത്തിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് രോഹിത്തിനോടും അവിടേക്ക് വരാൻ പറയാണ്. രോഹിത്തും നന്നായിട്ട് തന്നെ കഞ്ചാവും മയക്കുമരുന്നൊക്കെ അടിച്ചോണ്ടാണ് അവിടേക്ക് എത്തുന്നത്. അങ്ങനെ രോഹിത്തും ഹരിശങ്കറും കൂടി ആ പെൺകുട്ടിയെ ബലമായി പീഡിപ്പിക്കുന്നുണ്ട്. ഈ വിവരം പറഞ്ഞ അലീനയ്ക്ക് അലീന അവിടെ എത്തുന്നത്. ഇവരുടെ പ്ലാനിങ് മനസ്സിലാക്കി അലീന അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ അലീന അപ്പം തന്നെ പോലീസിലെ വിവരം അറിയിക്കുന്നതോടുകൂടെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹരിശങ്കറിനെ കേട്ടോ ഇതിന് പ്രതിയായിട്ട് ആ പെൺകുട്ടി ഹരിശങ്കറിനെയാണ് പരാതി കൊടുക്കുന്നത്. അങ്ങനെ അവളെ അലീനയാണ് രക്ഷിക്കുന്നത്. രോഹിത്ത് കുറച്ച് ദിവസങ്ങൾ ഒരു ചികിത്സയിലായിരിക്കും. പിന്നെ രോഹിത്തിന് പറ്റിയ തെറ്റുകളൊക്കെ രോഹിത്തിന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് റൂബി അവനെ വിട്ടുപോകുന്നുണ്ടാവും കേട്ടോ. റൂബിയോട് അവൻ കാണാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും എടാ നീ ഇത്ര ചെറ്റത്തരം ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. നിന്റെ വീട്ടിൽ അന്ന് നീ എന്നെ കൊണ്ടുപോയപ്പോൾ അന്ന് ഞാൻ മനസ്സിലാക്കിയതാ നിന്റെ തനി സ്വരൂപം. പക്ഷേ അതിനുശേഷം നീ എന്നെ കാണാൻ പോലും വന്നില്ല. ഇനി എൻ്റെ പിന്നാലെ നടന്ന് നീ വെറുതെ സമയം കളയണ്ട. നീയെ ഞാൻ വിചാരിക്കുന്ന ആളെയല്ല. നീയും ഹരിശങ്കറും കൂടെ ചേർന്ന് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു. ഇനി നിനക്ക് എങ്ങനെ എൻ്റെ മുമ്പിൽ വരാൻ ധൈര്യം വന്നു? റൂബി, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നൊക്കെ രോഹിത് പറഞ്ഞെങ്കിലും റൂബി പിന്നെ അവനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. അവനതിൽ വളരെ നിരാശയായിട്ടായിരിക്കും അങ്ങനെയാട്ടോ ഈ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ഹരിശങ്കറിൻ്റെ കൂടെ കൂടിയത് പോലും. അങ്ങനെ അവൻ്റെ മനസ്സ് മാറ്റിയെടുക്കുന്നുണ്ട് അലീന. അവൻ ഒരു ഭ്രാന്തവസ്ഥയിലായിരിക്കും കേട്ടോ. ആ സമയത്ത് അലീന അവനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടും ശുശ്രൂഷിച്ചിട്ടും അവൻ്റെ മനസ്സിൽ ഇടം നേടുന്നുണ്ട്. ആ സമയം അലീനയോട് അവൻ മാപ്പ് പറയുന്നുണ്ട്. ചേച്ചി, എന്നോട് മാപ്പ്. ഹരിശങ്കർ പറഞ്ഞോണ്ടാ ഞാൻ അന്നൊക്കെ ചേച്ചിയോട് പെരുമാറിയത്. എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ അവൻ എന്തൊക്കെയോ എന്നോട് പറഞ്ഞു. അലീന ചേച്ചിയും അവനും തമ്മിൽ എന്തോ വേണ്ടാത്ത ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ വാക്കുകൾ വിശ്വസിച്ചു. അതിൽ പെട്ടുപോയതാ. അതാ മോനെ, ഈ ലോകം ആരെയും വിശ്വസിക്കരുത്. അവരുടെ നേട്ടത്തിനായിട്ട് അവർ പലതും പറയും. നീ എൻ്റെ അനിയൻ തന്നെയാണ്. ഞാൻ നിന്നെ ഇന്നേ വരെ അങ്ങനെ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അവനെ പലപ്പോഴും രോഹിത് നല്ലൊരു ചെറുപ്പക്കാരനായിട്ട് മാറാണ് കേട്ടോ. ആ ഒരു സമയത്താണ് രേവതിക്കുട്ടി അവിടേക്ക് അലീന ചേച്ചിയെ കാണാനായിട്ട് വരുന്നത്. അലീന ചേച്ചിയെ അമ്മയും വീട്ടുകാരെയും ഒക്കെ കാണണമെന്ന ആഗ്രഹത്തോടെ കേട്ടോ രേവതിക്കുട്ടി അവിടേക്ക് വരുന്നത്. അങ്ങനെ കോളിംബെല്ലാം അമർത്തുമ്പോൾ രോഹിത്താട്ടോ വന്ന് കഥക് തുറക്കുന്നത്. രേവതിക്കുട്ടിയെ മുമ്പിൽ കണ്ടതും അവൻ അന്തം വിട്ട് നോക്കാണ്. അലീനയെ പോലെ അത്രയും ഭംഗിയുള്ള ഒരു പെൺകുട്ടിയെ അവൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ രേവതിക്കുട്ടിയെ കണ്ടതും അവൻ വിളിച്ചു നിൽക്കുക. ആരാ? എന്തു വേണം? എന്തിനാ വന്നത്?
അലീന ചേച്ചി എന്ന് പറയുമ്പോൾ ഓഹോ അലീന ചേച്ചിയുടെ ബന്ധുവാണോ, അലീന ചേച്ചി ഇവിടെ ഉണ്ട്, അല്ല അലീന ചേച്ചിയുടെ അനിയത്തിയാണെന്ന് പറയുന്നുണ്ട്. ആ രേവതിക്കുട്ടി, ആ ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ രേവതിക്കുട്ടിയെ കുറിച്ച്, ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അലീന ചേച്ചി. അലീന ചേച്ചി എന്ന് പറഞ്ഞ് അലീനയെ വിളിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അലീന വരുമ്പോൾ രേവതിക്കുട്ടിയെ കണ്ടതും രണ്ടുപേരും കൂടെ പരസ്പരം കെട്ടിപ്പിടിക്കുന്നുണ്ട്. അത് കണ്ട് രോഹിത് ഇങ്ങനെ വീണ്ടും നോക്കുന്നുണ്ട് രേവതിക്കുട്ടിയെ. ആ ഇതാരാ, ചേച്ചിയുടെ അനിയത്തിയാണോ? അതെ, ഈ വീട്ടിലെ രോഹിത്. മറ്റുള്ളവരൊക്കെ എവിടെ? അവരൊക്കെ കോളേജിലും സ്കൂളിലൊക്കെ പോയി. അപ്പോൾ ഈ ചേട്ടന് സ്കൂളും കോളേജും ഒന്നുമില്ലേ? അതെ, എനിക്ക് ഉച്ച കഴിഞ്ഞപ്പോൾ ക്ലാസ് ഇല്ല, അപ്പോൾ ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു എന്ന് പറയുന്നുണ്ട്. ആഹാ, മുത്തശ്ശി എവിടെ? അങ്ങനെ അവിടെയൊക്കെ കുശലം പറഞ്ഞ് നിൽക്കാട്ടോ. എന്നാൽ രോഹിത്തിൻ്റെ കണ്ണുകൾ ആ രേവതിക്കുട്ടിയോട് മാത്രമായിരിക്കും കേട്ടോ. ഇത്രയും ഒരു ഭംഗിയുള്ള കുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടില്ല. എൻ്റെ മനസ്സിൽ അവളെന്തോ പാതിത്തിനോടെ തന്നെ ഒരു ക്രഷ് അടിച്ചു. റൂബിയോട് ശരിക്കും എനിക്ക് പ്രണയമായിരുന്നു, എന്നാൽ റൂബിയോട് പോലും എനിക്ക് ഇങ്ങനെ തോന്നിയില്ലല്ലോ എന്ന് പറയുന്നു. ഇങ്ങനെ മനസ്സുകൊണ്ട് പറഞ്ഞുകൊണ്ട് രോഹിത് അവളെ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ. അവൾ പോകുന്നിടത്തൊക്കെ നോക്കാണ്. അങ്ങനെ രേവതിക്കുട്ടി ഒടുവില്ല യാത്ര പറഞ്ഞു പോകുമ്പോൾ രോഹിത് ഞാൻ വേണമെങ്കിൽ ബസ് സ്റ്റോപ്പ് വരെ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ആ സമയം രേവതിക്കുട്ടി നമ്മുടെ അലീനയെ നോക്കുന്നുണ്ട്. അതിനെന്താ, അവൻ നിന്നെ ഭദ്രമായിട്ട് കൊണ്ടുപോയി. എൻ്റെ അനിയത്തി എന്ന് പറഞ്ഞാൽ അവൻ്റെയും കൂടെ അനിയത്തിയല്ലേ? അയ്യോ ചേച്ചി അങ്ങനെ പറയല്ലേ എന്ന് പെട്ടെന്ന് രോഹിത് പറയാം. അതെന്താടാ, ഇവളെ നീ അനിയത്തിയായിട്ട് കാണുന്നില്ലേ? അല്ല, എൻ്റെ ഫ്രണ്ടായിട്ട് കണ്ടാൽ മതി, അതാ എനിക്കിഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെ ബൈക്കിൽ തന്നെ കൊണ്ടുവിടാട്ടോ. ആ സമയത്ത് രേവതി അവിടെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുന്ന സമയത്ത് ഇവിടെ നിർത്തിയാൽ മതോ, ഞാൻ വേണമെങ്കിൽ അവിടെ വരെ കൊണ്ടാക്കാം. അയ്യോ എത്ര ദൂരെ പോകണമെന്നറിയോ? എന്നിട്ട് എന്നെ അവിടെ വരെ കൊണ്ടാക്കാനോ? അല്ല, എൻ്റെ ചേച്ചിയുടെ അനിയത്തിയല്ലേ, അപ്പോൾ എനിക്കെന്താ കൊണ്ടാക്കിക്കൂടെ എന്നവൻ പ്രണയത്തോടെ ചോദിക്കുന്നുണ്ട്. അയ്യ അത് വേണ്ട, ഞാൻ ബസ് കയറി പോയിക്കോളാം. അല്ല, രേവതിക്കുട്ടിയുടെ കയ്യിൽ ഫോണുണ്ടോ? മൊബൈൽ നമ്പർ തരാമോ? അയ്യോടാ എൻ്റെ കയ്യിൽ ഫോണില്ലല്ലോ എന്ന് പറയാം. ഇത്രയൊക്കെ ആയിട്ട് കയ്യിൽ ഫോണില്ലെന്നോ? ഫോണുണ്ട്, ഞാൻ നിൽക്കുന്ന വീട്ടിലെ ആൻറ്റിയും അങ്കിളും എനിക്കൊരു ഫോൺ വാങ്ങി തന്നിട്ടുണ്ട്, പക്ഷേ അത് ഞാൻ ഉപയോഗിക്കാറില്ല. ഞാൻ എപ്പോഴെങ്കിലും ചേച്ചിയെ വിളിക്കാറുള്ളൂ. ഇന്ന് പോന്നപ്പോൾ ഞാനത് എടുക്കാനും മറന്നു. ഷേടാ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? രേവതിക്കുട്ടി അവിടെ എത്തിയെന്ന് എങ്ങനെ അറിയാനാ? അതെ, ഞാൻ ചേച്ചിയെ വിളിച്ച് പറഞ്ഞോളാം. ഓക്കെ എന്നാൽ ശരി, ബൈ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പോകുന്നുണ്ട്. അങ്ങനെ രേവതിക്കുട്ടി ബസ് കയറി പോകുമ്പോഴെല്ലാം രോഹിത് അവളെ തന്നെ നോക്കാട്ടോ. ഒരു മൂളിപ്പാട്ടോട് കൂടെ രോഹിത് വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് അലീനയോ ചോദിക്കും, എവിടെ മോനെ അവനെ ഡ്രോപ്പ് ചെയ്തത്? അതെ, ബസ് കയറ്റി വിട്ടിട്ടുണ്ട്, ഞാൻ അവിടെ വരെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞതാ, പക്ഷേ പുള്ളിക്കാരി സമ്മതിച്ചില്ല. അതൊന്നും വേണ്ട, രോഹിത്തിനത് ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയിട്ടാ. എന്നാലും ശരിക്കും അലി ചേച്ചിയുടെ അനിയത്തിയ അല്ല, ഞങ്ങൾ രണ്ടുപേരും ഒരു ഓർഫനേജിലായിരുന്നു. അവളുടെ അപ്പോൾ രേവതിക്കുട്ടിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ല. അമ്മക്ക് ഇടയ്ക്ക് കാണാൻ വരാറുണ്ടെന്ന് മുത്തശ്ശി അവിടുത്തെ മമ്മി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവൾക്കൊരു 4 വയസ്സായപ്പോൾ അമ്മ ആത്മഹത്യ ചെയ്തെന്നൊരു വാർത്തയാണ് പിന്നെ പത്രത്തിൽ കണ്ടത്. അതിനുശേഷം അവളുടെ അമ്മയെക്കുറിച്ചോ അച്ഛനെക്കുറിച്ചോ ഒന്നും അന്വേഷിക്കാനോ ചോദിക്കാനോ വരാറില്ല. ഓ പാവം, കഷ്ടമായി പോയല്ലേ? ആരുമില്ല അല്ലേ? അതെ, കഷ്ടമായി പോയി. എന്നാലും രേവതിക്കുട്ടിക്ക് പഠിക്കാൻ പോയിക്കൂടെ? എന്തിനാ ഇങ്ങനെ മറ്റു വീടുകളിലൊക്കെ ജോലി ചെയ്യുന്നത്? അതെ, അവിടെ ഉള്ളവർ നല്ലവരാണ്, അവള് ജോലി ചെയ്യുന്നുണ്ട്, അവിടെ പഠിക്കുന്നുണ്ട് എന്ന് അലീന പറയുമ്പോൾ സന്തോഷത്തോടെ ആട്ടോ രോഹിത്. അങ്ങനെ രോഹിത്താണെങ്കിലോ, അലി ചേച്ചി അവളെ ഒന്ന് വിളിച്ചു നോക്കിയേക്കണേ, അല്ലെങ്കിൽ അവൾ അവിടെ എത്തിയോന്ന് അറിയാലോ. അത് അവൾ വിളിച്ചോളൂ എന്ന് പറയാം. അങ്ങനെ സദ്യ ആവുന്നതിന് മുമ്പേ രേവതിക്കുട്ടി വിളിക്കുന്നുണ്ട്. ഞാനിവിടെ എത്തി ചേച്ചി എന്ന് പറഞ്ഞോളൂ കേട്ടോ. ആ കോൾ ഓടി വന്ന് രോഹിത്താട്ടാ എടുക്കുന്നത്. അങ്ങനെ രേവതിക്കുട്ടി എന്ന് പറഞ്ഞ് അലിനോട് ഫോണിൽ സേവ് ചെയ്തതും അവൻ കാണുന്നുണ്ട്. ആ നമ്പർ പെട്ടെന്ന് തന്നെ അവൻ്റെ ഫോണിലേക്ക് ആക്കുന്നുണ്ട്. അയ്യോ അവിടെ എത്തിയോ, ഞാൻ ചേച്ചിയുടെ കയ്യിൽ കൊടുക്കാം എന്ന് പറഞ്ഞ് അലീനക്ക് ഫോൺ കൊടുക്കുന്നുണ്ട്. അങ്ങനെ രേവതിക്കുട്ടി അവിടെ എത്തിയെന്ന് മനസ്സിലാവാട്ടോ. അങ്ങനെ അന്ന് രാത്രി രേവതിക്കുട്ടിയെ വിളിക്കുന്നുണ്ട് രോഹിത്ത്. അങ്ങനെ രോഹിത്തിൻ്റെ നമ്പർ കണ്ടതും രേവതിക്കുട്ടി ചോദിക്കും, അല്ല ആരാ? അതെ, ഒരാളാണ്. ഒരാളോ? എന്തിനാ ഈ നമ്പറിൽ വിളിക്കുന്നത്? എൻ്റെ നമ്പർ അലീന ചേച്ചിക്കും ഇവിടുത്തെ ആൻറ്റിക്കും അങ്കിളിനല്ലാതെ മറ്റാർക്കും അറിയില്ലല്ലോ. ഇപ്പം എനിക്കും അറിയാമെന്ന് കരുതിക്കോ. അയ്യോ ആരാ ഇത്? ഞാൻ ഈ നമ്പർ അലീന ചേച്ചിക്ക് കൊടുക്കട്ടെ? അയ്യോ വേണ്ട, ചേച്ചിക്ക് കൊടുക്കല്ലേ. ആഹാ, അപ്പം എനിക്ക് മനസ്സിലായി ആരാ വിളിക്കുന്നത്. ആരാ? അവിടുത്തെ രോഹിത്തേട്ടൻ ചേട്ടനല്ലേ? അതെ, ഞാൻ വിളിച്ചത് ചേച്ചിയോട് പറയോ? ഞാൻ പറഞ്ഞാൽ എന്താ? എന്തിനാ എന്നെ ഇങ്ങനെ ആരും അറിയാതെ വിളിക്കുന്നത്? അതെ, എനിക്ക് രേവതിക്കുട്ടിയെ എന്ത്? അല്ല, രേവതിക്കുട്ടി എൻ്റെ ഫ്രണ്ട് അല്ലേ, അപ്പോൾ സംസാരിക്കാമെന്ന് കരുതി. അങ്ങനെ രോഹിത്തിൻ്റെ സംസാരമെല്ലാം കേൾക്കുമ്പോൾ രേവതിക്കുട്ടിയും ഒന്ന് ക്രഷ് അടിക്കുന്നുണ്ട് കേട്ടോ. അവർ പരസ്പരം ചിരിക്കണം. എൻ്റെ ചേച്ചിയുടെ അനിയനല്ലേ, എന്താ എനിക്ക് സംസാരിച്ചാൽ അപ്പോൾ എൻ്റെ ചേട്ടനാണല്ലോ, അങ്ങനെയൊക്കെ കരുതിക്കൊണ്ട് തന്നെയാട്ടോ രേവതിക്കുട്ടി സംസാരിക്കുന്നത്. അങ്ങനെ രേവതിക്കുട്ടി ഇങ്ങനെ ചിരിച്ചും കളിച്ചും സംസാരിക്കുന്നത് കാണുമ്പോൾ ഗ്രേസാമ്മ, ആരാടി നീ? കുറേ സമയമായാലോ സംസാരിക്കുന്നത്. പെട്ടെന്ന് അവൾ ഫോൺ കട്ടെ. എന്താടി ഒരു ചുറ്റിക്കളി മണക്കുന്നുണ്ടല്ലോ? വേണ്ട, ഫോൺ കിട്ടിയപ്പം ആളാകെ മാറിയല്ലോ. അയ്യോ ഇതെൻ്റെ ചേച്ചിയാണ്. സത്യം പറഞ്ഞോടി, ആരാ വിളിച്ചത്? അതെ, ചേച്ചിയുടെ അനിയനാ രോഹിത്തേട്ടൻ.
ഓ രോഹിത് ഏട്ടനൊക്കെ ആയോ? എടി വേണ്ടത്തെ പണിക്ക് പോയാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവളെ ചെവിക്ക് പിടിക്കുന്നുണ്ട് കേട്ടോ. രോഹിത് തന്നെ ഒരു പ്രണയത്തിൽ പെട്ട പോലാണ്. ഇതാണ് റിയൽ പ്രണയം. റൂബിയോട് എനിക്ക് തോന്നിയത് വെറുമൊരു അവളോടുള്ള ഒരു ആരാധന മാത്രമായതെന്ന് അവൻ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായി മാറുകയാണ് കേട്ടോ അലീനയ്ക്കോ മറ്റാർക്കോ രേവതിയോടുള്ള അവൻ്റെ പ്രണയം മനസ്സിലാക്കുന്നില്ല കേട്ടോ. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ രേവതിക്കുട്ടി അവളെ പറഞ്ഞ് തിരുത്തുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പോഴൊക്കെയാണ് നമ്മൾ രേവതി പിന്നെ ഈ ഒരു പ്രണയത്തിൽ പെട്ടുപോകുന്നത്. എന്നാൽ വൈജയന്തിക്ക് ഇതൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാനാവുന്നില്ലല്ലോ. അവളോട് പറയും, മോളെ നീ വെറുതെ ആവശ്യമില്ലാതെ ആഗ്രഹിച്ച് മനസ്സിനെ വിഷമിപ്പിക്കരുത്. ഇപ്പം തന്നെ അതെടുത്ത് കളഞ്ഞാൽ നിനക്ക് പിന്നെ വലിയ പ്രയാസം തോന്നില്ല. ആ ചേച്ചി, ഞാൻ അങ്ങനെയൊന്നും കരുതിയില്ല. രോഹിത്തിന് നിന്നോട് അടങ്ങാതെ പ്രണയമാണ്. പക്ഷേ അതൊരിക്കലും നടക്കില്ലെന്ന് നിനക്കറിയാലോ മോളെ. പിന്നെ എന്തിനാണ് ഇങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട്. ഒടുവിൽ രേവതിക്കുട്ടി തന്നെ ആ ഒരു കാര്യം മനസ്സിൽ നിന്ന് എടുത്തു കളയാ. രോഹിത് വിളിക്കുന്നുണ്ടെങ്കിലും അവൾ ആ കോള് അറ്റൻഡ് ചെയ്യാൻ പോകുന്നില്ല കേട്ടോ. അങ്ങനെ അടിപൊളി എപ്പിസോഡാട്ടോ വരാൻ പോകുന്നത്.